എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് ചൂടുകാലത്ത് കുടിക്കാൻ പറ്റിയ നല്ലൊരു ഷേക്കിൻ്റെ റെസിപ്പി നോക്കാം. ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് മാംഗോ വെച്ചിട്ടുള്ള ഒരു ഷേക്കാണ്. ഇപ്പോൾ മാങ്ങാക്കാലമൊക്കെയാണ്, അപ്പോൾ എല്ലാവരുടെ വീട്ടിലും മാങ്ങയൊക്കെ ഉണ്ടാകും. അപ്പോൾ എന്തായാലും ഈ ചൂടുകാലത്ത് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുൻപായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ റൈറ്റ് സൈഡിലായിട്ട് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അധികം താമസിയാതെ ഇതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നത് നോക്കാം. അപ്പോൾ ഈ ഒരു ഷേക്ക് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു നന്നായിട്ട് പഴുത്തിട്ടുള്ള മാമ്പഴമാണ് എടുത്തിട്ടുള്ളത്. തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ആവശ്യത്തിനുള്ള മധുരമാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ മധുരം 1 ടേബിൾ സ്പൂൺ മുതൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം, അത് നിങ്ങളുടെ ഇഷ്ടമാണ്. ഇനി ഇതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ ഐസ്ക്രീം ചേർത്ത് കൊടുക്കാം. ഇത് ഓപ്ഷണലാണ്, ഐസ്ക്രീം വേണമെന്നില്ല. ഏത് ഫ്ലേവറിലുള്ള ഐസ്ക്രീം വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ പാലല്ല ചേർക്കുന്നത്, തേങ്ങയുടെ നല്ല കട്ടി പാലാണ്. ഇത് ക്യാനിൽ വാങ്ങിക്കാൻ കിട്ടുന്ന തേങ്ങാപ്പാൽ ഉണ്ടെങ്കിൽ ഒന്നുകൂടെ നല്ല ടേസ്റ്റാണ്, അല്ലെങ്കിൽ തേങ്ങാപ്പാൽ പിഴിഞ്ഞെടുത്താലും മതി. ഇനി ഇതിലേക്ക് നമ്മൾ ഐസ് ക്യൂബ്സ് ആണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ മാങ്ങ എല്ലാം നമ്മൾ മിക്സിയുടെ ജാറിലിട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ ഐസ്ക്രീമിൻ്റെ ഒക്കെ പോലെ ഉള്ളൊരു ഷേക്കാണ്, നല്ല കട്ടിയിലാണ് ഈ ഒരു ഷേക്ക് ഉള്ളത്. കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതിൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്യൂട്ടി ഫ്രൂട്ടിയും നട്ട്സും ഒക്കെ ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് നല്ല ഹെവി ആയിട്ടുള്ള ഒരു ഷേക്ക് തന്നെയാണ്. എന്തായാലും ഈ ചൂടുകാലത്ത് കുടിക്കാൻ പറ്റിയ നല്ലൊരു റിഫ്രഷിംഗ് ആയിട്ടുള്ള മാംഗോ ഷേക്കാണ്. അപ്പോൾ നമ്മൾ സാധാരണ പാൽ വെച്ചിട്ട് ചെയ്യുന്നതിനെക്കാട്ടിലും ഒന്നുകൂടെ നല്ലൊരു ടേസ്റ്റാണ് തേങ്ങാപ്പാൽ വെച്ച് ചെയ്യുമ്പോൾ. അപ്പോൾ എന്തായാലും അതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഞാനിവിടെ കുറച്ച് ട്യൂട്ടി ഫ്രൂട്ടി കൂടി ഇട്ടിട്ട് ഇതൊന്ന് ഡെക്കറേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും എന്തായാലും ഈ ഒരു ഷേക്ക് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സ് ഒക്കെ അറിയിക്കുക. അപ്പോൾ പുതിയൊരു റെസിപ്പിയായിട്ട് വീണ്ടും വരുന്നതാണ്. താങ്ക്